ഹായ് കൂട്ടുകാരെ, ഞാൻ വീണ്ടും ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. പഴവും സേമിയയും കൊണ്ടുള്ള ഒരു പുതിയ പലഹാരം. അതിൽ തേങ്ങ വേണം, അങ്ങനെ കുറേ സാധനങ്ങൾ വേണം. അപ്പം നമുക്ക് പോകെ പോകെ ഓരോന്നും മനസ്സിലാക്കി പോകാം. അപ്പം ഞാൻ ആദ്യം ഇതിനകത്തുള്ള പഴം ഒരു രണ്ട് മൂന്ന് പഴം എടുത്തിട്ടുണ്ട്. അതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം നല്ല വൃത്തിയായിട്ടൊന്ന് അരിഞ്ഞെടുത്ത ശേഷമാണ് നമ്മൾ ഈ പലഹാരം നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ചെറിയതായിട്ട് അരിഞ്ഞെടുത്ത ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സിയിൽ അരച്ചെടുക്കണം. അങ്ങ് ഒരുപാട് പേസ്റ്റായി പോകണ്ട, ഒരു ചെറിയ തരി പരുവത്തിന് അരച്ചെടുക്കാം. നന്നായിട്ട് ഇതെല്ലാം നമുക്ക് അതിലേക്ക് നീക്കിയിട്ട് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അരച്ചെടുത്ത വീഡിയോ ആണ് ഞാനിത് കാണിക്കാൻ പോകുന്നത്. നമ്മളിതാട്ടെ ഇങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് കേട്ടോ, അധികം അങ്ങ് അരഞ്ഞു പോയിട്ടില്ല കേട്ടോ. ഇനി നമുക്കൊരു ചട്ടി എടുത്ത് അടുപ്പിൽ വയ്ക്കും. ചട്ടി എടുത്ത് അടുപ്പിൽ വെച്ച് ഒന്ന് ചൂടാകുമ്പോൾ അതിന് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ ചട്ടി ചൂടായി വന്നു എനിക്ക് നെയ്യുള്ളവർക്ക് നെയ്യ് ഉപയോഗിക്കുന്നതായിരിക്കും ഒരുപാട് നല്ലത്. പിന്നെ നെയ്യൊക്കെ ഒരുപാട് ഉപയോഗിക്കാൻ താല്പര്യമുള്ളവർ ഉപയോഗിക്കാൻ. ഞാൻ ഗോൾഡ് വിന്നറാണ് എടുത്തത്. അപ്പം ഞാൻ ഗോൾഡ് വിന്നർ എടുത്തു. ഒരു 2-2.5 സ്പൂണ്. അത് തേങ്ങാക്കൊത്ത് ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ആ തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച തേങ്ങാക്കൊത്ത് ഞാൻ ഈ ഗോൾഡ് വിന്നറിലേക്ക് ഇട്ടു. അത് ഒന്ന് മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ അങ്ങനെ മൂത്ത് വരികയാണ്. അപ്പം നെയ്യൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ കുറേ കൂടെ നമ്മൾ ഉണ്ടാക്കുന്ന പലഹാരത്തിന് നല്ല സ്വാദും നല്ല മണവും ഒക്കെയാണ്. ഇപ്പം തന്നെ ഈ തേങ്ങ വറുത്തെടുക്കുമ്പം തന്നെ ഒരു സെറ്റപ്പ് നല്ല മണമാണ്. അപ്പം ആ നെയ്യും കൂടെ ആണെങ്കിൽ കുറച്ചും കൂടെ നല്ലത്. പക്ഷെ എൻ്റെ കയ്യിൽ നെയ്യില്ലാത്തത് കൊണ്ടും അതുകൊണ്ട് ഞാൻ ഇന്ന് വിചാരിച്ച് തേങ്ങ ഇതിൽ വറുത്തെടുക്കാം. അപ്പോൾ നമ്മളങ്ങനെ അത് വറുത്തെടുത്തു. അത് കോരി മാറ്റിയ ശേഷം നമ്മൾ അരച്ച് വെച്ചിരുന്ന ഏത്തക്ക അതിനെ നമ്മൾ ഇതിനകത്തിട്ടൊന്ന് വരട്ടിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഇതെല്ലാം നെയ്യിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പം നെയ്യില്ലാത്തത് കൊണ്ടാണ് ഞാനിതെല്ലാം എണ്ണയിൽ ചെയ്യുന്നത്. അതിനെ ഒന്ന് മൂപ്പിച്ച് ചെറിയൊരു കളർ മങ്ങുന്നണക്ക് വറുത്ത് ഞാനിഞ്ഞ് കോരിയെടുത്ത് മാറ്റി വെച്ചു. ഇനി അടുത്തത് ആദ്യം തന്നെ ഒരിത്തിരി എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്ത്. എണ്ണ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അതിനകത്ത് തന്നെ ഈ സേമിയയും കൂടെ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് വറുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതും ഒന്ന് നല്ല കളറായി ഒന്ന് ചെറിയ കളറൊക്കെ ആയി എടുക്കണം. കളറായി വരുമ്പോഴത്തേക്കും ഞാൻ ഇതിലടുത്ത ചേർക്കുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങാപ്പാലാണ് കേട്ടോ. ഇതൊന്ന് മൂത്ത് വരട്ടെ. മൂത്ത് വരാനുള്ള താമസമാണ്. മൂത്ത് വരുന്നതിൻ്റെ നമ്മൾ ആ കായൊക്കെ വെച്ചതിൻ്റെയൊക്കെ ഒന്ന് പിടിച്ചിരിക്കുന്നുണ്ട്. അതിനപ്പം ഞാൻ തേങ്ങ അതിലേക്ക് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ചെറുതായിട്ട് പൊടിയായിട്ട് തിരുവിയ തേങ്ങയായിട്ട് ഞാനതിനെ പിഴിഞ്ഞതിൻ്റെ തൊത്തൊന്നും മാറ്റില്ല. നമ്മളതൊന്നും കളഞ്ഞില്ല. കാരണം അതും കൂടെ അങ്ങ് കഴിക്കാൻ നമ്മളതിന് ഭാഗത്ത് കളയുന്നു. തേങ്ങയ്ക്കൊക്കെ ഇന്ന് ഭയങ്കര വിലയുള്ള സമയം. അപ്പം ഞാൻ ആ തൊത്തും കൂടെ അതിനകത്ത് അങ്ങ് ഇട്ടു. ചെറുതായിട്ട് തിരുമിയതുകൊണ്ട് വലിയ തൊത്ത് അങ്ങനെ കടിക്കാനായിട്ടില്ല. അപ്പോൾ അതിങ്ങനെ നന്നായി ഒന്ന് വെന്ത് വരണ്ട് ഒരു എന്താ പറയുക, ആ ചട്ടിയിൽ നിന്ന് ഇളവി വരുന്നണക്ക് ഒന്ന് വെന്ത് ആ നെയ്യാണ് ഈ സ്ഥാനത്തിരുന്നെങ്കിൽ നല്ല മണമായിരുന്നതിന്. ഇപ്പം തന്നെ ആവശ്യത്തിന് നല്ല മണമുണ്ട്. ഒരു വെറൈറ്റി സംഭവമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ കേട്ടോ. നന്നായി ഒന്ന് വെന്ത് നല്ലതായി വെന്ത് കുറുകി വരുന്നുണ്ട്. അതൊക്കെ ആ ഓരോ അടയും വെന്ത് ആ ശർക്കരയിൽ നിന്ന് മറ്റേ നമ്മുടെ പാനിയിൽ നിന്ന് ഇങ്ങനെ ഇളകി വരുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ നന്നായി ഒന്ന് ഇളവി കുറുകി വരട്ടെ. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര വേണം കേട്ടോ. പഞ്ചസാര, ഏലക്ക എന്നിവ സാധനങ്ങളെല്ലാം വേണം. അപ്പം ഞാനിങ്ങനെ പോകെ പോകെ ഓരോന്ന് കാണിച്ച് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെ ഒരു കുറച്ച് ആവശ്യത്തിന് മധുരം എന്ന കണക്കിന് നമ്മൾ പഞ്ചസാര ഇടും. പിന്നെ ഒരു 6-7 ഏലക്ക, അത് നല്ല മണത്തിന് വേണ്ടിയിട്ട് ഏലക്ക. ഇതെല്ലാം കൂടെയാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്ന സംഭവങ്ങൾ കേട്ടോ. അത് നന്നായി ഒന്ന് പൊടിച്ച് വെക്കണം. പൊടിച്ച് വെച്ച ശേഷം നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വീണ്ടും എണ്ണയുടെ നെയ്യുടെ കളിയാണിത് മൊത്തം. അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, ഈ പാല് നമ്മൾ അടുത്തത് പാലാണ് ചേർക്കുന്നത്. തേങ്ങാപ്പാലല്ല, മറ്റേ സാദാ പാല്, പശുവും പാല്, കവർ പാല്, ഇങ്ങനെ ഏത് വേണം ചേർക്കാം. അതിന് ശേഷം നമ്മൾ ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാരയും ഏലക്കയും അതിലേക്ക് ഇട്ട് കൊടുക്കും. അത് നന്നായി ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരുന്ന ഏത്തക്ക അതിനെ ഇതിനകത്തോട്ടിട്ട് അങ്ങോട്ട് ഇളക്കും. മിക്സിയിൽ അരച്ച് വെച്ചിരുന്ന ഒത്തിരി ഒന്ന് കട്ടിയായിപ്പോയി കേട്ടോ. അപ്പം മറ്റേ നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിരുന്ന സേമിയാണ് അടുത്തത്. അത് ഇരുന്നങ്ങ് ചൂട് തണുത്തപ്പോൾ ഇരുന്നങ്ങ് കട്ടി പിടിച്ചണക്കങ്ങ് ആയി. അതിനെയും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. ഈ ഏത്തക്കായിലേക്ക് നമ്മൾ വരട്ടിക്കൊണ്ടിരുന്ന ഏത്തപ്പഴത്തിൻ്റെ അരച്ച മിക്സിയിലേക്ക് നമ്മൾ ഇതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കിയെടുക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ ഒരു വെറൈറ്റി സംഭവമാണ് കേട്ടോ. നന്നായി ഇളക്കിയ ശേഷം അതൊന്ന് തട്ടിപ്പൊത്തിയൊക്കെ വെച്ച് ഒന്ന് ഇതാകുമ്പം നമ്മളൊരു പ്ലേറ്റ് എടുത്ത് അതിലിത്തിരി എണ്ണയൊക്കെ തൂവി നന്നായി ഒന്ന് എല്ലാ സൈഡും തേച്ച് പിടിപ്പിച്ച ശേഷം ഈ
നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന സാധനം അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് അതെടുത്ത് അതിലിട്ട് നന്നായി ഒന്ന് പരത്തി കൊടുക്കണം. എല്ലാ സൈഡും നമ്മൾ ഹൽവയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ എല്ലാം നന്നായി പരത്തിയൊക്കെ എടുക്കുക. സാധനം നല്ല സെറ്റാണ്, എല്ലാവരും ഉണ്ടാക്കി കഴിച്ച് നോക്കണം. ഇതൊരു വെറൈറ്റിയാണ്, പുതിയൊരു സംഭവമാണ് കേട്ടോ. ഇനി നമ്മൾ തേങ്ങ വറുത്ത് വെച്ചിരുന്ന സംഭവം അതിനകത്തുണ്ടായിരുന്നു. ആ തേങ്ങാക്കൊത്തും കൂടെ നമ്മൾ അതിൽ വിതറും. മുന്തിരി അണ്ടിപ്പരിപ്പ് ഒക്കെ ഉള്ളവർക്ക് എല്ലാം ഉപയോഗിക്കാം. എനിക്കിതൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ചെയ്ത ഒരു സംഭവമാണ്. അപ്പോൾ ഈ ഒരു പലഹാരം പേരെന്താണെന്ന് എനിക്കറിയില്ല, എങ്കിലും അടിപൊളിയാണ്. ഉണ്ടാക്കുക, കഴിച്ച് നോക്കുക, അറിയിക്കുക.